Hi all, welcome to Magical Mentor. In the previous lecture, we saw the construction of DC machine. In that, I mentioned some points about armature winding. But understanding of lap and wave winding is very important to understand armature winding of a DC machine. Now, in this lecture, we will understand what is lap winding. Okay, let's start. What is a lap winding? First point about lap winding is it is a closed winding. എന്തുകൊണ്ടാണ് ലാപ്പ് വൈൻഡിങ്ങിനെ ക്ലോസ്ഡ് വൈൻഡിങ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരു ലാപ്പ് വൈൻഡിങ്ങിൻ്റെ ഫിഗർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ രണ്ട് കോയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. കോയിൽ 1 ബ്ലൂ കളറിലും കോയിൽ 2 ഓറഞ്ച് കളറിലും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 3 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ടേൺ ചെയ്ത് സെക്കൻഡ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ വന്ന് എൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തേർഡിൽ വന്ന് എൻഡ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള കോയിലുമായിട്ട് ബാക്കിലോട്ട് ലാപ്പ് ചെയ്ത് കണക്റ്റഡ് ആണ്. അതായത് ലാപ്പ് വൈൻഡിങ് നമുക്ക് ഇതിൽ നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലാപ്പ് വൈൻഡിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോയിൽ വിച്ച് ക്യാൻ ബി ലാപ്പ് ബാക്ക് ടുവേർഡ് ദ സക്സീഡിങ് കോയിൽ. ഈ ഒരൊറ്റ ഫിഗറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എല്ലാ കോയിൽസിൻ്റെയും ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാ കോയിൽസിൻ്റെയും ലാസ്റ്റ് പാർട്ട് തൊട്ടടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് പോർഷൻ തൊട്ടടുത്തുള്ള സെഗ്മെൻ്റ് ആയിട്ടുള്ള 2 ആയിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ സെക്കൻഡ് കോയിൽ 3 ആയിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ലാപ്പ് വൈൻഡിങ്ങിനെ ക്ലോസ്ഡ് വൈൻഡിങ് എന്ന് പറയാൻ കാരണം. ഇനി സെക്കൻഡ് പോയിന്റ്, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ഇതിൽ കോയിൽസ് ഇങ്ങനെ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ എത്ര നമ്പർ ഓഫ് പാരലൽ പാത്ത് വേണം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി എന്നാണ്. എത്ര നമ്പർ ഓഫ് പോൾസ് ആണോ ആ മെഷീനിലുള്ളത് അത്രയും നമ്പർ ഓഫ് പാരലൽ പാത്ത് ആയിരിക്കും വേണ്ടത്. ഇനി എ ഈക്വൽ ടു എം ഇൻറ്റു പി എന്ന് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ആണ്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പാരലൽ പാത്തിൽ എത്ര വൈൻഡിങ്സ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. അതായത് ഒരു പാരലൽ പാത്തിൽ 2 വൈൻഡിങ് അല്ലെങ്കിൽ 2 സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്യൂപ്ലെക്സ് വൈൻഡിങ് എന്ന് പറയും. ഇവിടെ ഒരു ഫിഗർ കാണിച്ചു തരാം. അതായത് ഇവിടെ ഫസ്റ്റ് കോയിലാണ് ബ്ലൂ കളർ. ഇവിടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് 1ൽ നിന്ന് ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് സെക്കൻഡ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ എൻഡ് ചെയ്യുന്നില്ല. അത് വീണ്ടും ഒരു ടേണും കൂടെ പോയിട്ടാണ് ദെൻ സെക്കൻഡിൽ വന്ന് എൻഡ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് സെഗ്മെൻറ്റിൽ നിന്ന് അടുത്ത കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് തേർഡിൽ വന്ന് എൻഡ് ചെയ്യാണ്ട് ഒരു റൊട്ടേഷനും കൂടെ കഴിഞ്ഞിട്ടാണ് തേർഡിൽ വന്ന് എൻഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഓരോ കോയിലിനും 2 പാരലൽ പാത്ത് വെച്ചിട്ടാണ് ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലും ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡ്യൂപ്ലെക്സ് വൈൻഡിങ് എന്ന് പറയും. ഇനി ഒരു തവണ കൂടെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്ത് വന്നിരുന്നുവെങ്കിൽ അതിനെ ട്രിപ്ലെക്സ് അല്ലെങ്കിൽ ട്രൈപ്ലെക്സ് വൈൻഡിങ് എന്ന് പറഞ്ഞേനെ. ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലെക്സ്, അതായത് ഒരൊറ്റ പാരലൽ പാത്തേ ഉള്ളൂ. സോ ഓരോ കോയിലിനും ഓരോ പാരലൽ പാത്ത് വെച്ചാണുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സിംപ്ലെക്സ് വൈൻഡിങ് എന്ന് പറയും. ഇനി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല എത്ര പാരലൽ പാത്താണ് എത്ര ഇതാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് സിംപ്ലെക്സ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അടുത്ത പോയിന്റ്, ഈച്ച് പാരലൽ പാത്ത് ഹാസ് Z/P കണ്ടക്ടേഴ്സ് ഇൻ സീരീസ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് Z. അപ്പോൾ Z/P, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. അതിൻ്റെ ഒരു റേഷ്യോ എത്രയാണോ കിട്ടുന്നത് അത്രയും നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആയിരിക്കും, ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആയിരിക്കും ഓരോ പാരലൽ പാത്തിലും ഉള്ളത്. അവർ സീരീസ് ആയിട്ട് കണക്റ്റഡും ആയിരിക്കും. ഇനി ജനറേറ്റഡ് EMF ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF പെർ പാരലൽ പാത്ത്. അതായത്
ടോട്ടൽ ആർമേച്ചറിൽ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഒരു പാരലൽ പാത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന് ഈക്വൽ ആയിരിക്കും. എല്ലാത്തിനും ഈക്വൽ ആയിട്ടാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF പെർ പാരലൽ പാത്ത് നോക്കിയാൽ മതി. അതായിരിക്കും ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ EMF എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഇൻ എ പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു IA ഡിവൈഡഡ് ബൈ A. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിക്കണം. കറണ്ട് ഇൻ എ പാരലൽ പാത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ I ആണ്. ഇത് ആർമേച്ചർ കറണ്ട് അല്ല. ഒരു ആർമേച്ചർ കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു ആർമേച്ചർ കണ്ടക്ടറിലുള്ള കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആർമേച്ചർ കറണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ആയിരിക്കും. നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് ആണ്. IA എന്ന് പറയുന്നതാണ് ആർമേച്ചർ കറണ്ട്. IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആർമേച്ചർ കണ്ടക്ടറിൽ ഉള്ള കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ടോട്ടൽ കറണ്ട് അറിയാമെങ്കിൽ ഏത് ഫാക്ടറാണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ ഓർത്ത് ഇരിക്കുക, ആർമേച്ചർ കണ്ടക്ടറിൻ്റെ കറണ്ടാണ് ഈ I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കറണ്ട് ഇൻ ആൻ ആർമേച്ചർ കണ്ടക്ടർ ഈസ് ദ കറണ്ട് ഇൻ എ പാരലൽ പാത്ത് I. ദാറ്റ് ഈസ് I ഈക്വൽ ടു IA ബൈ A. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റും. അതായത് ഇപ്പോൾ കറണ്ട് ഇൻ എ പാരലൽ പാത്ത് നമ്മൾ പറഞ്ഞു. സോ ഒരു അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ആർമേച്ചർ കറണ്ട് എന്തായാലും ഒരു പെർട്ടിക്കുലർ ലോഡിന് ആർമേച്ചർ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആർമേച്ചർ കറണ്ടാണ് എന്ന് വെക്കുക. ഇനി നമ്പർ ഓഫ് പോൾസ് കൂട്ടുവാണ്. ഫോർ എ കോൺസ്റ്റൻ്റ് ആർമേച്ചർ കറണ്ട് നമ്പർ ഓഫ് പോൾസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്തും നമ്മുടെ ആർമേച്ചർ പാരലൽ പാത്ത്സും കൂടും. നമ്പർ ഓഫ് പോൾസ് കൂടുമ്പോൾ പാരലൽ പാത്ത്സ് A എന്ന് പറയുന്നതും കൂടും. കാരണം അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആർമേച്ചർ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുന്ന സമയത്ത് I എന്ന് പറയുന്നത് കുറയും. അതായത് ഒരു ആർമേച്ചർ കണ്ടക്ടറിലുള്ള കറണ്ട് കുറയും, ഡിക്രീസ് ചെയ്യും. അതായത് നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടി, പക്ഷേ ആർമേച്ചർ കണ്ടക്ടറിലെ കറണ്ട് ഡിക്രീസ് ചെയ്തു. IA എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്ര കറണ്ട് വേണോ നമുക്ക് ഈ ഒരു മെഷീനിലോട്ട് കൊടുക്കാനായിട്ട് പറ്റും. ബിക്കോസ് ആർമേച്ചർ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. പോൾസിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് പാരലൽ പാത്ത് കൂടും. പാരലൽ പാത്ത് കൂടിയാൽ അതിൽ കൂടെയുള്ള കറണ്ട് ഓരോ പാരലൽ പാത്തിൽ കൂടെ പോകുന്നതും കുറവായിരിക്കും. പ്രീവിയസ് കണ്ടീഷനുമായിട്ട് നോക്കുമ്പോൾ കുറവായിരിക്കും. സോ നമുക്ക് യൂസ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ അതല്ലെങ്കിൽ കോപ്പർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കുറേക്കൂടെ എക്കണോമിക്കൽ സൈഡിലോട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ കോപ്പർ സേവിങ് ആ ഒരു കണ്ടീഷനിൽ പറ്റും. അത് കാരണം നമ്മൾ സാധാരണ ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് മെഷീൻസിലാണ്. ഹൈ കറണ്ട് മെഷീൻസ് വിത്ത് മോർ നമ്പർ ഓഫ് പോൾസ് പ്രിഫർ ദിസ് ടൈപ്പ് ഓഫ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ് പ്രിഫർ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈ കറണ്ട് മെഷീൻസ്. ഇനി വോൾട്ടേജിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം ഫിക്സഡ് ആണ് എന്ന് വെക്കാം. ഈ നമ്പർ ഓഫ് പോൾസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടും. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുമ്പോൾ ഓരോ പാരലൽ പാത്തിലും ഉള്ള കണ്ടക്ടറിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്യും. കണ്ടക്ടർ പെർ പാരലൽ പാത്ത് റെഡ്യൂസ് ചെയ്യും. അത് കാരണം വോൾട്ടേജ് പെർ കണ്ടക്ടർ കൂടും. ഓക്കെ, വോൾട്ടേജ് പെർ കണ്ടക്ടർ കൂടും. അപ്പോൾ ഈ ഓരോ കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്കും ഉള്ള ഇൻസുലേഷൻ നമ്മൾക്ക് കൂട്ടേണ്ട ആവശ്യം വരും. ഇൻസുലേഷൻ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് കുറേ കൂടെ കോസ്റ്റ് കൂടും. ഇൻസുലേഷൻ മെറ്റീരിയൽസ് അഡീഷണൽ ആവശ്യമായിട്ട് വരും. അതിൻ്റെയൊക്കെ കുറച്ച് ഡ്രോബാക്ക് സൈഡിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഹൈ വോൾട്ടേജ് ഈ ഒരു ലാപ്പ് വൈൻഡിങ് പ്രിഫർ ചെയ്യാറില്ല. ലോ വോൾട്ടേജ് മെഷീൻസിലാണെങ്കിൽ ലാപ്പ് വൈൻഡിങ് പ്രിഫർ ചെയ്യാറുണ്ട്. അതിങ്ങനൊരു ഡ്രോബാക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാത്തത്. അപ്പോൾ രണ്ട് പോയിന്റ്സ് ഇവിടെ നിന്ന് ക്ലിയർ ആയി. ഹൈ കറണ്ട് മെഷീൻസിൽ ആണ് ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് മെഷീൻസിലാണ് ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലാപ്പ് വൈൻഡിങ്
ഈസ് യൂസ്ഡ് ഫോർ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസിലാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, നമ്പർ ഓഫ് ബ്രഷസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. എത്ര നമ്പർ ഓഫ് ബ്രഷസ് ആ മെഷീൻസിൽ വേണം? ബ്രഷസിനെ കുറിച്ചൊക്കെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു. എത്ര നമ്പർ ഓഫ് ബ്രഷസ് വേണം എന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്ലിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ 4 നമ്പർ ഓഫ് പോൾസ് ആണോ 4 പോൾസ് ആണുള്ളതെങ്കിൽ 4 ബ്രഷസ് വേണം. 2 പോൾസ് മതി ഉള്ളുവെങ്കിൽ 2 ബ്രഷസ് മതി. അങ്ങനെയാണ് ബ്രഷസിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഇക്വലൈസർ റിങ്സ്. ഇക്വലൈസർ റിംഗ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക, ലാപ്പ് വൈൻഡിങ്ങിൽ മാത്രമാണ് നമ്മൾ ഇക്വലൈസർ റിംഗ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇക്വലൈസർ റിംഗ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ലോ റെസിസ്റ്റൻസ് കോപ്പർ വയർ. ലോ റെസിസ്റ്റൻസ് കോപ്പർ വയറാണ് ഇക്വലൈസർ റിംഗ്. അത് യൂസ് ചെയ്യുന്നത് ലാപ്പ് വൈൻഡിങ്ങിലാണ് എന്നും ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഇക്വലൈസർ റിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ നമ്മുടെ ലാപ്പ് വൈൻഡിങ്ങിലാണ് പാരലൽ പാത്ത് കൂടുതൽ എന്ന് പറഞ്ഞു. അതായത് നമ്പർ ഓഫ് പോൾസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടി വരുന്നത് ലാപ്പ് വൈൻഡിങ്ങിലാണ്. ഇങ്ങനെ കൂടുതൽ ഉള്ള പാരലൽ പാത്ത് കൂടുതലുള്ള ഒരു മെഷീനിൽ, നമ്മുടെ മെഷീനിൽ എയർ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. എയർ ഗ്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ 1 mm to 6 mm ആണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുള്ള റേഞ്ചിലാണെന്നൊക്കെ പ്രീവിയസ് ക്ലാസ്സസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലായിടത്തും ഈ എയർ ഗ്യാപ്പ് യൂണിഫോം, എത്രയൊക്കെ വെൽ ഡിസൈൻഡ് മെഷീൻ ആയാൽ കൂടി എയർ ഗ്യാപ്പ് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് വരില്ല. ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ എയർ ഗ്യാപ്പിൽ വേരിയേഷൻ വരുന്ന സമയത്ത് ഈ എല്ലാ പാരലൽ പാത്തിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഈക്വൽ ആയിരിക്കത്തില്ല. ചെറിയ വോൾട്ടേജ് വേരിയേഷൻസ് വരും. അടുത്തടുത്തുള്ള, അതായത് പാരലൽ പാത്തുകൾ നോക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ആയിരിക്കത്തില്ല, ചെറിയ വേരിയേഷൻസ് വരും. ഈ ചെറിയ വേരിയേഷൻസ് വരുന്ന സമയത്ത് ആ ഒരു വേരിയേഷൻ ഓഫ് വോൾട്ടേജ് കാരണം അവിടെ കൂടെ കറണ്ട് സർക്കുലേറ്റ് ചെയ്യും. അതായത് ആ പാരലൽ പാത്തിൽ കൂടെ, വൈൻഡിങ്സിൽ കൂടെ കറണ്ട് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കറണ്ടാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് കാരണം അവിടെ ഓവർ ഹീറ്റിംഗ് വരും. ആർമേച്ചർ വൈൻഡിങ് കൂടെ ഈ ഒരു കറണ്ട് പോകുമ്പോൾ ആർമേച്ചർ വൈൻഡിങ് ഓവർ ഹീറ്റിംഗ് ആവും. അന്നേരം ബ്രഷസിലും കമ്മ്യൂട്ടേറ്ററിലും ഒക്കെ സ്പാർക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതൽ. അതായത് ഫുൾ ലോഡ് കണ്ടീഷൻസിൽ സ്പാർക്സ് വരാനുള്ള ചാൻസ് ഹൈ ആണ്, വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ട് വന്ന ആ സർക്കുലേറ്റിംഗ് കറണ്ടിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇക്വലൈസർ റിംഗ്. അപ്പോൾ ഇക്വലൈസർ റിംഗ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഓരോ പാരലൽ പാത്തിലെയും ഇക്യു പൊട്ടൻഷ്യൽ പോയിൻറ്റ്സിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 വോൾട്ടിൻ്റെ പോയിൻറ്റ്സിനെ എല്ലാം കൂടെ എടുത്തിട്ട് ഓരോ ഇക്വലൈസർ റിംഗിൽ കണക്ട് ചെയ്യും. അതായത് അതുപോലെ ഓരോ ഇക്വിപൊട്ടൻഷ്യൽ പോയിൻറ്റ്സ് എടുത്ത് ഓരോ ഇക്വലൈസർ റിംഗ്സിൽ കണക്ട് ചെയ്യും. അന്നേരം ഇതുപോലെ എന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് ഇക്വലൈസർ റിംഗിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. സോ ആ ഒരു ഓവർ ഹീറ്റിംഗ് സ്പാർക്കും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇക്വലൈസർ റിങ്ങിൻ്റെ യൂസ്. ഇത് ലാപ്പ് വൈൻഡിങ്ങിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഇക്വലൈസർ റിംഗ് വെച്ച് സോൾവ് ചെയ്തു. ഇനി എത്ര ഇക്വലൈസർ റിംഗ് വേണം എന്നുള്ളത് ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൽസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് പോൾസ് ആണ്. പെയേഴ്സ് ഓഫ് പോൾസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് പോൾസ് അല്ല. ഇപ്പോൾ 4 പോൾസ് ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ആണ് വരുന്നത്, കാരണം 2 പെയർ. അങ്ങനെയാണ് ഇക്വലൈസർ റിങ്ങിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് കണക്ഷൻസ് ടു 1 ഇക്വലൈസർ, ഒരു ഇക്വലൈസറിലേക്ക് കണക്ട് ചെയ്യുന്ന എത്ര കണക്ഷൻസ് വരും എന്നുള്ളത് നമ്പർ ഓഫ് പെയേഴ്സ് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 4 ആണ് ഉള്ളതെങ്കിൽ 2 കണക്ഷൻ ആയിരിക്കും ഒരു ഇക്വലൈസർ റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാപ്പ് വൈൻഡിങ്ങിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഇനി അടുത്ത ലെക്ചറിൽ നമുക്ക് വേവ് വൈൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.